നമ്മൾ ഇനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം പാണ്ടിക്കാട്ട് പോലീസ് സ്റ്റേഷനിൽ പന്തലൂർ സ്വദേശി കുഴഞ്ഞു വീണ് മരിച്ചതിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടി ആലുങ്ങലാണ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണം എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അഷ്കർ അലി, ഇയാളുടെ മരണം ഹൃദ്രോഗിയാണെന്ന് പറഞ്ഞിട്ട് മർദ്ദിച്ചു, അപ്പോൾ കുഴഞ്ഞു വീണു, ദേഹത്ത് പരിക്കില്ല എന്ന് ഡോക്ടർ പറയുന്നു. അതൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. എന്താണ് നിലവിലെ അവസ്ഥ? സുജ, നാട്ടുകാരുടെ ഭാഗത്തു നിന്നടക്കം വലിയ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉയർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം മലപ്പുറം ജില്ലാ DCC പ്രസിഡന്റ് VS ജോഡിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആരിഷ് മുസൂറിന്റെയൊക്കെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അഥവാ ഈ മർദ്ദനത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതുവരെ ഉപരോധം തുടരുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. നേരത്തെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും സംഭവത്തിൽ ഗൗരവമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അന്വേഷണം നടത്തണം, ബന്ധുക്കളുടെ ആരോപണത്തിൽ പ്രസക്തി ഉണ്ട് എന്നടക്കമുള്ള കാര്യം പറഞ്ഞിരുന്നതിന് തൊട്ടു പിന്നാലെ വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്ന നിലപാട് അത്തരത്തിൽ മർദ്ദനം നടന്നിട്ടില്ല, മരണകാരണം മർദ്ദനം അല്ല എന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. എന്തായാലും മൊയ്തീൻകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. നടപടികൾ പൂർത്തിയായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ബന്ധുക്കൾ ആരോപിക്കുന്ന കാര്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ മൊയ്തീൻകുട്ടിയെ സ്റ്റേഷനിൽ വെച്ച് പോലീസ് മർദ്ദിച്ചിട്ടുണ്ട്. ആ മർദ്ദിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ താൻ ഹൃദ്രോഗിയാണെന്ന് പറയുകയും പക്ഷേ പറഞ്ഞിട്ട് പോലും അത് വകവയ്ക്കാതെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ഇത്തരത്തിൽ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ പരിശോധന നടത്തിയ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർമാർ വിശദമാക്കിയ ഒരു കാര്യം, അദ്ദേഹത്തെ അത്തരത്തിൽ മർദ്ദിച്ചതിൻ്റെ മറ്റോ പരിക്കുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഇയാൾ കടുത്തൊരു ഹൃദ്രോഗിയായിരുന്നു. 25% മാത്രമാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഒരു ഹൃദയാഘാതത്തിലുള്ള സാധ്യത ഇയാളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഹൃദയാഘാതം ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് തങ്ങൾക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണത്തെക്കുറിച്ചുള്ള ഒരു അന്തിമ ചിത്രം വ്യക്തമാവുകയുള്ളൂ. സുജ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ഗുഡ് ഈവനിങ്ങിൽ നമുക്കൊപ്പം ചേർന്നത്.